ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. നമസ്കാരം. ഇറ്റ്സ് മീ റൈഹാന ജാഫർ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ലൊരു അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത് എന്തുകൊണ്ട് ഉണ്ടാക്കിയെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ, നമ്മളൊരു ദോശക്കല്ല് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു സ്പൂൺ നെയ്യ് എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ബ്രെഡാണ്, ഞാനൊരു 6 സ്ലൈസ് ബ്രെഡ് ഇതുപോലെ 4 കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. 2 സൈഡും നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു പായസം ഉണ്ടാക്കിയെടുക്കുന്നത് ബ്രെഡ് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിന്ന് 2 വശവും ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊന്ന് ടോസ്റ്റായി വരുന്നതിന് മുമ്പ് നമ്മുടെ ചാനലിൽ ആരെങ്കിലും പുതിയതായിട്ട് വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ അതിനോടൊപ്പം തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കാണും, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചാൽ ഞാൻ ഇതുപോലത്തെ റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് ഫോണിൽ പെട്ടെന്ന് കാണാനും പറ്റും കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അത് മറക്കരുത് കേട്ടോ. നമ്മുടെ വീഡിയോ കൂടുതൽ ആളുകളും കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ്, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഒരു ഭാഗം ഇത് ടോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അപ്പുറത്തേക്ക് മറിച്ചിട്ട് കൊടുക്കാം. നിങ്ങൾക്കിത് പായസം ഉണ്ടാക്കുന്ന പാത്രത്തിൽ തന്നെ ടോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ദോശക്കല്ലിൽ ചെയ്തതേ ഉള്ളൂ. ഇനി നമുക്ക് ഇതൊന്ന് 2 വശവും ടോസ്റ്റ് ചെയ്തെടുത്തിട്ട് നമുക്ക് പായസത്തിൻ്റെ ബാക്കി പരിപാടികളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അതാ ഇത് 2 വശവും ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ പീസും ഇതുപോലെ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ എല്ലാ ബ്രെഡും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഞാനിതിലേക്ക് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഏകദേശം നമുക്കൊരു 1/2 ലിറ്റർ പാലാണ് വേണ്ടത്. അപ്പോൾ പാൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇതുപോലെ ഇളക്കിയിട്ട് വേണം കേട്ടോ നമ്മൾ തിളപ്പിച്ചെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് അടിയിൽ പിടിക്കും. അപ്പോൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് നമ്മൾ ടോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ പായസം ഉണ്ടാക്കുന്ന പാത്രത്തിൽ തന്നെ നിങ്ങൾക്ക് ടോസ്റ്റ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് നേരെ പാൽ ഒഴിച്ച് കൊടുത്തിട്ട് തിളപ്പിച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാൻ ബ്രെഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ഞാനൊരു 4 കഷ്ണം ബ്രെഡ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ, നമുക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ടാണ്, ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഈ പാലിലൊന്ന് കുതിർത്ത് നല്ല പോലെ ഒന്ന് വേവേണ്ട ആവശ്യമില്ല, നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എത്രയാണോ നമുക്ക് വെള്ളത്തിൻ്റെ അളവ് വേണ്ടത് അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. പിന്നെ ഈ ഒരു പായസം ഞാൻ പഞ്ചസാര ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് പഞ്ചസാരക്ക് പകരം മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്തിട്ടും ചെയ്യാം. മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്യുമ്പോഴാണ് ഒന്നും കൂടെ നല്ല ടേസ്റ്റ്. ഞാൻ 2 രീതിയിലും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്യാതെ ഉണ്ടാക്കിയിട്ടുണ്ട്, മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ടും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യം ആരും മറക്കരുത് കേട്ടോ. ഇപ്പം ഞാൻ പഞ്ചസാര വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. എൻ്റെ അടുത്ത് മിൽക്ക് മെയ്ഡ് കൊണ്ടുവന്നത് കഴിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് എന്തായാലും മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്യണം. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇതിലേക്കൊരു ആവശ്യത്തിനുള്ള മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്കൊന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു പഞ്ചസാരക്ക് പകരമാണ് കേട്ടോ നിങ്ങൾ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കേണ്ടത്. മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ മറക്കരുത്.
ഇനി ഇത് നല്ല പോലെ ഒന്ന് തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേക ഒരു കളറും നല്ലൊരു ടേസ്റ്റുമാണ് കേട്ടോ അങ്ങനെ ചെയ്താൽ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു 3 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. വേറെ ഒന്നും വെള്ളം ഒന്നും ചേർക്കണ്ട, നേരെ ആ ഒരു പഞ്ചസാര അതുപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ അത് കാരമലൈസ് ചെയ്തെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമ്മൾ ചെയ്തെടുക്കുക. കരിഞ്ഞു പോവരുത്, കരിഞ്ഞു പോയാൽ നമ്മുടെ പായസത്തിനൊരു കയ്പ്പ് വരും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഇതിങ്ങനെ ഉരുകി ഇതുപോലെ ആയി വരുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് നല്ല അടിപൊളി കളറിൽ ഈ ഒരു കാരമലൈസ് കിട്ടും കേട്ടോ. ഇനി അപ്പുറത്തെ അടുപ്പിൽ ഞാൻ കുറച്ച് പാലും തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഒഴിച്ച് കൊടുത്ത് 1/2 ലിറ്ററിന് കുറച്ച് പാലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ആ പാലാണ്. അപ്പോൾ അത് ഇനി ഇതിലേക്ക് തിളപ്പിച്ചിട്ട് ആ ഒരു ചൂടുള്ള പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ കുറച്ച് ദൂരെ നിന്നിട്ട് ഒഴിച്ച് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് പൊങ്ങി ഒന്നായിട്ട് മേൽക്കാവും. അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇത് കരിഞ്ഞു പോകരുത്, കരിഞ്ഞു പോയാൽ നമ്മുടെ പായസത്തിന് ഒരു കയ്പ്പ് വരും. അപ്പോൾ ഞാൻ ഈ പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുമ്പോൾ തന്നെ നല്ല പോലെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ മേലേക്ക് തെറിക്കും കേട്ടോ. ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു പായസത്തിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു കളറേക്കാം, നല്ലൊരു കോഫിയുടെ ഒരു ബൂസ്റ്റിൻ്റെ ഒക്കെ ഒരു കളറായിരിക്കും നമ്മുടെ പായസം കിട്ടുക കേട്ടോ. ഇനി ഇത് നമ്മൾ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ പായസത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മുടെ പായസം എടുത്ത് വെച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മുടെ ഈ ഒരു കാരമലൈസ് ഒഴിച്ച് കൊടുക്കണം. നല്ല കളറായിരിക്കും കേട്ടോ ഇത് ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന എന്നാലും ടേസ്റ്റ് നല്ല അപാര ടേസ്റ്റുള്ള നല്ലൊരു പായസമാണ് കേട്ടോ. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഇതിലേക്ക് 2-3 സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ മിൽക്ക് മെയ്ഡ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാനിവിടെ കുറച്ച് പാൽപ്പൊടി കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കിയിട്ട് ഇതുപോലെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ എൻ്റെ കയ്യിൽ ഉണ്ടായപ്പോൾ ചേർത്തുന്നേ ഉള്ളൂ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ മിൽക്ക് മെയ്ഡ് ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചേർത്ത് കൊടുത്തത് കേട്ടോ. നിങ്ങൾ മിൽക്ക് മെയ്ഡ് എന്തായാലും നിർബന്ധമായിട്ടും ഈ ഒരു പായസത്തിൽ ചേർത്ത് കൊടുക്കണം, ആ കാര്യം മറക്കരുത്. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. എന്തായാലും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. ഓക്കെ, ബൈ, ടേക്ക് കെയർ.